നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് SDPI എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത് ജിഹാദ് നടപ്പിലാക്കാൻ ആണ് എന്ന് ED. കോഴിക്കോട് യൂണിറ്റി ഹൗസിലെ പരിശോധനയിൽ കണ്ടെടുത്ത രേഖകളിൽ ഇക്കാര്യം കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട് എന്നും ED വ്യക്തമാക്കുന്നു. ആന്തരികമായി ഒരു ഇസ്ലാമിക പ്രസ്ഥാനവും എന്നാൽ പുറമെ ഒരു സാമൂഹ്യ പ്രസ്ഥാനവും എന്ന രീതിയിലാണ് SDPIയിലൂടെ ലക്ഷ്യമിട്ടിരുന്നത് എന്നും ED ചൂണ്ടിക്കാണിക്കുന്നു. PFIയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയുടെ റിമാൻഡുമായി ബന്ധപ്പെട്ട് നൽകിയ രേഖകളിലും വാർത്താക്കുറിപ്പിലുമാണ് ED ഗുരുതരമായ കണ്ടെത്തൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് കള്ളപ്പണക്കേസുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം MK ഫൈസിയെ ED അറസ്റ്റ് ചെയ്തത്. PFIയും SDPIയും ഒന്നാണെന്ന് ED വ്യക്തമാക്കുന്നു. SDPIയുടെ സാമ്പത്തിക ഇടപാട് നിയന്ത്രിച്ചത് PFI ആണെന്ന് ED കണ്ടെത്തിയിട്ടുണ്ട്. SDPIക്കായി തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്നത് പോപ്പുലർ ഫ്രണ്ടിൽ നിന്നാണ്. SDPI സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് PFI ആണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ 3.75 കോടി രൂപയോളം PFI SDPIക്ക് നേരിട്ട് നൽകിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. PFI ഹവാല ഇടപാടുകളിലൂടെയും റംദാൻ കളക്ഷന്റെ പേരിലടക്കവും പണം സ്വരൂപിക്കുകയും ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു പങ്കാണ് SDPIക്കും നൽകിയതെന്ന് ED പറയുന്നു. അറസ്റ്റിലായ MK ഫൈസിയുടെ അറിവോടെയാണ് SDPIയിലേക്ക് ഫണ്ടുകൾ എത്തിയിരുന്നത്. ഇവയുടെ ഉറവിടം സംബന്ധിച്ച കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. ആന്തരികമായി ഒരു ഇസ്ലാമിക പ്രസ്ഥാനമായും ബാഹ്യമായി സാമൂഹ്യ പ്രസ്ഥാനമായും ഇവർ പ്രവർത്തിക്കുന്നതായും ഏജൻസി വ്യക്തമാക്കുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾക്കായി വിദേശത്തു നിന്നടക്കം പണമെത്തിയത് സംബന്ധിച്ച് ഫൈസിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. കേസിൽ പ്രതികളായ SDPI പ്രവർത്തകരുടെ കോടതി ചെലവുകൾ നടത്തിയതും ഈ നിരോധിത ഭീകര സംഘടനയാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. നാഷണൽ ഡെസ്ക്, ഷിക്കീന ന്യൂസ്.